ഇന്നിപ്പോൾ നമ്മൾ ഒതുക്കുങ്ങ പഞ്ചായത്തിൽ പ്രഖ്യാപിച്ച 100 വീടുകളിൽ പിന്നെ കുറച്ച് വീട് കൊടുത്തു. വീടുകളുടെ കുറ്റിയടിക്കൽ ചടങ്ങ് കേട്ടോ. അതും ഈ കാലത്ത് നമ്മളെ ടീമും എല്ലാവരും കൂടെ പോയപ്പോൾ ആളുകളുടെ ഒരു സന്തോഷം, സ്വന്തം നാട്ടിൽ ഇത്രയധികം ഇഷ്ടമാണ് അല്ലേ. അതുകൊണ്ട് 100 വീട് ഓൾറെഡി ഒരുപാട് വീട് കൊടുത്തു കഴിഞ്ഞു. അതിന് ശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഇങ്ങനെ ഒരു പ്രഖ്യാപനം കുട്ടിക്കാൻ്റെ നിങ്ങളെ സ്വന്തം ഓൺ പഞ്ചായത്തിൽ കൊടുക്കാൻ സാധിച്ചത്. ആ എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്, പിന്നെ കുട്ടിക്കാൻ്റെ ഇപ്പോൾ നോമ്പ് കാലമാണല്ലോ, അവൻ്റെ പ്രേക്ഷകർക്ക് ഒരു ഇഷ്ടം ഉണ്ടാവും കേൾക്കാൻ. ഒരു 40 കൊല്ലം 50 കൊല്ലം മുന്നേ ഉള്ള ഒരു റംസാൻ കാലവും ഇന്നും എങ്ങനെ കമ്പയർ ചെയ്യുന്നു. കുട്ടിക്കാൻ്റെ റംസാൻ കാലം ഇന്ന് വീട് കൊടുക്കുമ്പോൾ അതിലേക്ക് വരുമ്പോൾ അന്നത്തെ കാലത്തു നിന്നും ഇന്നത്തേക്ക് എങ്ങനെ ചിന്തിക്കുന്നു? അന്നെന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തം വീടില്ലല്ലോ, വാടക വീട്ടിലും ഓരോരുത്തരുടെ വീട്ടിലല്ല താമസിച്ചത്. അൽഹംദുലില്ലാ എനിക്ക് നല്ല സ്വന്തം വീടുണ്ട്, സാമ്പത്തികമായി വളരെയധികം വളർന്നു അൽഹംദുലില്ലാ. അപ്പോൾ എനിക്ക് തോന്നി മറ്റുള്ളവർക്കും ഇതുപോലെ ഞാൻ താമസിക്കുന്നമാതിരി അവരും താമസിക്കട്ടെ പാവങ്ങൾ. അങ്ങനെ തോന്നിയത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഒതുക്കൽ പഞ്ചായത്തിൽ 100 വീട് കയറ്റുന്നത്. അപ്പം അന്ന് തന്നെ ഈ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അന്ന് ആഗ്രഹമുണ്ട് രക്ഷപ്പെടണം, എന്നിട്ട് മറ്റുള്ളവരൊക്കെ സഹായിക്കണം എന്നുള്ളത്. ഇനി എത്ര ദുനിയാവുണ്ടായാലും പോകുമ്പോൾ ഈ 3 കഷ്ണം തുണി എൻ്റെ മക്കൾ എനിക്ക് തരുള്ളൂ. ഉണ്ടാക്കി വെച്ചതൊക്കെ അവരതും ഉപയോഗിച്ചത് നമ്മളതും, പോകുമ്പോൾ 3 കഷ്ണം തുണിയെ കിട്ടുള്ളൂ. അതായത് നിലവിലുള്ള ഈ പ്രോപ്പർട്ടീസും ഇതൊക്കെ നമ്മളുടേതല്ല, അതാ പറഞ്ഞത്. നമ്മൾ എന്താണോ മറ്റുള്ളവർ കൊടുക്കുന്നത് അത് നമ്മൾ മരിച്ചു പോകുമ്പോൾ അത് നമുക്കുണ്ടാവും, അതല്ല ഉദ്ദേശിച്ചത്. ഓക്കെ, അതാണ് ഈ നോമ്പിന്. പിന്നെ ഭക്ഷണത്തിന്റെ സ്ഥിതിയൊക്കെ എന്തായിരുന്നു അന്നത്തെ? അന്ന് ഭക്ഷണം ഇല്ലല്ലോ, ഇല്ല. പകലും നോമ്പ്, രാത്രി നോമ്പ് തന്നെ അല്ലേ. അതാണ്, രാത്രി നോമ്പാണ്, ഒന്നും കിട്ടാനില്ല. ഇല്ല, 2 കിലോ പൂള എങ്ങനെ വാങ്ങിക്കൊടുന്ന എന്തേ ഉണ്ടാക്കുക, അല്ലെങ്കിൽ വല്ല താള്, ഇതൊക്കെ. അത് എന്നും പകലും രാത്രിയൊക്കെ പട്ടിണിയാണ് മിക്കവാറും വീട്ടുകളിൽ. എൻ്റെ എന്നല്ല, മിക്കവാറും അന്നത്തെ ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു അല്ലേ. ഏതായാലും സന്തോഷം. കുട്ടിക്ക് എപ്പോഴും പറയാറുള്ളത്, വണ്ടിയിൽ വെച്ച് പറയാറുള്ളത്, നിങ്ങളെ വലങ്കൈ ഇവരാണെന്ന് പറയും. ചാരിറ്റിക്ക് എല്ലാ കാര്യങ്ങളും അന്വേഷണങ്ങൾ കാര്യങ്ങൾ സപ്പോർട്ട്. ബാരി, ഫൈസൽ, സൽമാൻ, ബാവുട്ടി. ഓക്കെ, ഇന്നിപ്പോ വളരെ റാഹത്താണല്ലേ. അതിലൊന്ന് നമ്മളെ സ്റ്റാഫിനൊരു വീട് അല്ലേ, സ്റ്റാഫിന് കൊടുത്തു. പിന്നെ അതിൽ ജാതി ഒന്നും നോക്കിയിട്ടില്ല, അങ്ങനെ ഒരു പരിപാടി ഒന്നും ഇവിടെ ഇല്ല. യഥാർത്ഥ മലപ്പുറമാണ് ഇവിടെ. 2 വീട് അങ്ങനത്തെ വീടുകൾ കൊടുത്തു. ഒരു ചേച്ചിക്ക്. ഓ, വളരെ ദയനീയാവസ്ഥയാണ് ആ ചേച്ചിൻ്റെ അവസ്ഥ. ഞങ്ങളിപ്പോൾ വിഷ്വലിപ്പം കാണുന്നുണ്ടാവും ആ വിഷ്വല്. അതായത് അവരെ നേരത്തെ കിഡ്നി, അമ്മ മകന് കിഡ്നി കൊടുക്കുന്നു, അവസാനം നിർഭാഗ്യവശാൽ അവർ മരണപ്പെടുന്നു. അതിന് കുട്ടിക്ക് സഹായിച്ചു. ഇപ്പം അവർക്ക് വീട് വെച്ചെടുത്തു. ആ അമ്മക്ക് 2 ആൺകുട്ടികൾ മരണപ്പെട്ടു, 5 പെൺകുട്ടികളാണെന്ന് നമ്മളോട് പറഞ്ഞത്. ഏതായാലും വലിയൊരു സന്തോഷമാണെന്ന് ഇപ്പം നമ്മൾ അല്ലേ. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു ആ അമ്മയുടെ വാക്കുകൾ. നോമ്പ് കാലത്ത് സന്തോഷമാണ്. പിന്നെ ഒന്ന് കൊടുത്തത് ഇവിടെ പള്ളികളിലേക്ക് പണ്ഡിതന്മാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരു കാക്കാക്ക് വീട് കൊടുത്തു. പിന്നെ നമ്മൾ കൊടുത്തത് അതെ, അതേപോലെ തന്നെ ഒന്ന് പാണക്കാട്. ഞങ്ങളിങ്ങനെ ഞങ്ങൾ കുട്ടിക്ക് ഞാനും കൂടെ പോകുമ്പോൾ പാണക്കാട് വെച്ച് ഒരു അത്ര കച്ചവടക്കാരനെ കാണുന്നു, അന്വേഷിക്കുന്നു, കുട്ടിക്ക് അവിടെ വെച്ച് സെന്റിമെന്റലാവുന്നു, അതവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നു. ഇതിൻ്റെയൊക്കെ എന്താ വെച്ചാൽ നമുക്കൊരു വീടില്ലാത്തവനൊക്കെ ഇതിൻ്റെ ആ ഒരു സന്തോഷം ശരിക്കും മനസ്സിലാവുള്ളൂ. അന്തി ഉറങ്ങാനൊരു വീട് ഇല്ലാത്തവന്, നമ്മളിപ്പോൾ എവിടെ പോയാലും, നമ്മളിപ്പോൾ പല സ്ഥലത്തും ബിസിനസ്സിനും കാര്യങ്ങളൊക്കെ പോയാലും നമ്മൾ ലാസ്റ്റ് വീട്ടിലേക്ക് വരിക എന്നുള്ളത്, അതില്ലാത്തവന് അതാണ്. അത് കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര കുറെ കാലങ്ങളോളം പള്ളിക്കൽ പുൽമല പള്ളിക്കല് പുൽമല പോകാട് പള്ളിയിലേക്ക് മുക്കറി ഫുഡ് കൊണ്ട് കൊടുക്കണം. ഒന്നുമില്ല, ഒരു വരുമാനം ഒന്നുമില്ല മുക്കറിക്ക്. അങ്ങനെ വേറെ ഒരാൾ നമ്മളെ സ്റ്റാഫ് പറഞ്ഞിട്ടാണ് കുട്ടിക്കൊന്ന് പോയി വെക്കാൻ പറഞ്ഞാണ് ആ വീട് നമ്മൾ ചെയ്ത് കൊടുത്തു. സൽമാൻ ഉഷാറായി, ക്ഷീണിച്ച നടക്കണ ഞങ്ങൾക്ക് കുട്ടിക്കാർക്ക് കൂടുതൽ കൂലി. അത് കഴിഞ്ഞാല് കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്കും ഉണ്ടാവും. 100% ആ കൂലിക്കും വേണ്ടിയാണ് ഞാൻ പങ്കെടുക്കുന്നത് നിങ്ങളോടൊപ്പം. അൽഹംദുലില്ലാ. പിന്നെ ഹരി സാർ, ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് മെഹനാസ്, വെരി എനർജറ്റിക് ആൻഡ് യങ്, actively participating everything. Yeah. Okay.
She is very happy. Already Ajifan has declared 100 houses this area. Only exclusively for Odukungal Panchayat. എന്ത് തോന്നുന്നു പ്രസിഡന്റ്? നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ളൊരു മുഹൂർത്തമാണ്. ഇപ്പോൾ നമ്മൾ പഞ്ചായത്തിലേക്ക് ഒരു 100 വീട് എന്നത് ആ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ്. ആ ഒരു സന്തോഷം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. 8ാമത്തെ വീടാണ് ഇപ്പോൾ ഇവിടെ ചെയ്തത്. പഞ്ചായത്തിലേക്കുള്ള 8ാമത്തെ വീട്. ഈ 100 വീടിൽ 8ാമത്തെ വീട്ടിലേക്ക് എത്തി. ഇനി ഇതുപോലെ തന്നെ ഇന്നൊരു 2 വീടും കൂടെ കുറ്റിയിറക്കുന്നുണ്ട്. ലൈഫിൽ പോലും ഇത്ര അധികം വീട് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് എനിക്ക് പോയിന്റ്. മാത്രമല്ല ഈ 8 വീട് എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിച്ച ശേഷം 100 വീട് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് 8 വീടായിട്ടുള്ളത്. അതിന് മുമ്പ് അനവധി വീടുകൾക്ക് റിപ്പയറിങ് വീട് വെച്ചതൊക്കെ ഒരുപാട് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടാവും. ഞങ്ങൾക്ക് അനുഭവപ്പെട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹം ഗൾഫ് പോയ മുതൽ റിപ്പയറിങ്ങും വീട് നിർമ്മാണവും ഒക്കെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ്. ഞങ്ങളുടെ സുഹൃത്താണ്. ഞങ്ങളൊരു ഞങ്ങളൊരു പൊതു സ്വത്താണ് കുട്ടി എന്ന് പറയുന്നത്. ആ ഒരു മനസ്സിന് നമ്മൾ നമിക്കണം. എന്താണ് ഹരി സാർ എന്ത് തോന്നുന്നു? മുപ്പര് പറഞ്ഞ പോലെ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ആദ്യം നമ്മുടെ സ്വന്തം സ്ഥലത്തിൽ ഭവനങ്ങൾ ഉണ്ടാവുക, അതാ മെയിൻ സംഗതി. അത് ഭയങ്കര ഒരു നല്ലൊരു ഇതാ. വരുന്ന സമയത്ത് മൂപ്പര് പറയേണ്ടത് പലരുടെ വീട്ടിലത്തെ പല പ്രശ്നങ്ങളൊക്കെ മൂപ്പര് സോൾവ് ചെയ്യുന്നുണ്ട്. പറഞ്ഞ ഒരാൾക്ക് പറഞ്ഞ കിഡ്നീൻ്റെ ഒരു കുടുംബത്തിന് നിങ്ങൾ ജസ്റ്റ് ഇത് മുമ്പിൽ തന്നെ പോയ സമയത്ത് ഒരു ഫാമിലിയിൽ പറഞ്ഞ 2 കുട്ടികൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് കിഡ്നി പോയത്, അതൊക്കെ അതിൻ്റെ ചിലവൊക്കെ ചെയ്തത് മൂപ്പരുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ നല്ലൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഞാനും അധികം സന്തോഷിക്കുകയാണ്. പിന്നെ നമ്മുടെയൊക്കെ ഒരു ഭാഗ്യമാണ് കുട്ടിക്കാനെ പോലത്തെ നല്ലൊരു മനസ്സുള്ള ഒരാൾ നമ്മളെ ഈ പഞ്ചായത്തിലുള്ളത്. അപ്പം അതുപോലെ ഇനിയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ കുട്ടികൾക്കും അതിന് എല്ലാവർക്കും അർഹതപ്പെടട്ടെ എന്നും ആശംസിക്കുന്നു. അമ്രോ എന്താ നമ്മളെ സുഹൃത്ത് അവിടെ ഇരിക്കട്ടാ, ഉണ്ടാതിരിക്കുകയാണ്. വലിയൊരു മൈൻഡൊന്നും ഇല്ല എന്നെ. എന്താ പറയുക, കുട്ടിക്ക എന്നും വിസ്മയപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ഈ പരിശുദ്ധ മാസത്തിൽ ഇങ്ങനെ ഒരു ഇതിൽ ഭാഗമാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഒക്കെയാണ്. ഇപ്പോൾ ഏതായാലും 100 വീട് എന്ന ഈ സ്വപ്നം ഇവിടെ തുടങ്ങി 10 വീട് ഇപ്പോൾ ഇവിടെ ഏകദേശമായി. ആർക്കാണ് വീടെന്ന് പറയും? നമ്മളെ സ്റ്റാഫാണ്. പേരെന്താ? സുരാസ്. അമ്മക്കവിടെ ഇല്ലേ? ഫാമിലി അവിടെ ഉണ്ടല്ലോ. അവരെ ഉണ്ടല്ലേ. അവര് കുറെ കാലം നമ്മളെ കൂടെയുള്ള സ്റ്റാഫും കൂടിയാണ്. അച്ഛനെവിടെ? എന്തൊക്കെ സന്തോഷായില്ലേ? സന്തോഷായില്ലേ? ഓക്കെ. അമ്മ ഇതാണ്. അതാ അമ്മ അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? സന്തോഷായില്ലേ? ഏതായാലും സന്തോഷായി. ഓക്കെ, ഞങ്ങൾ ഇറങ്ങട്ടെ എന്നാല്.